ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സല്ലായിരിക്കാം. കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയ സ്നേഹവന്ദനകളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. അവയെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ കാരണം അവയെ പലർക്കും പനിയായിരുന്നു. അവയെ ഇപ്പോഴും പനിയാൽ പലരും ബാധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവൻ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബാധിക്കും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടത് ആത്മാവിൽ മാത്രമേ രക്ഷ നടത്തിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? ജഡത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ചിലര് പറയാറുണ്ട്, ഈ ദൈവദാസന്മാര് വാഹനം ഇടിച്ചൊക്കെ മരിക്കും. അപ്പൊ ദൈവദാസന്മാര് വാഹനം ഇടിച്ച് മരിക്കാവോ? ഒരു അല്ലെ, യഹോഭക്തന്മാരുടെ മരണം ഉറക്കം പോലെയാണ്. യഹോവയ്ക്ക് വിലയേറിയതാണ്. ഇതൊക്കെ ബൈബിൾ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ വാഹനം ഇടിച്ച് മരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ശരീരത്തിന് ബൈബിൾ യഥാർത്ഥത്തിൽ എത്തിയുന്നില്ല. പറഞ്ഞാട്ടെ, ഒരുപാട് ഊന്നൽ നൽകുന്നില്ല. പക്ഷെ വിശുദ്ധിയുടെ കാര്യത്തിലുണ്ട്. കാരണം ശരീരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മൾ എങ്ങനെ മരിച്ചാലും എന്താണ്, ഒരു പ്രശ്നമല്ല. കാരണം ആ ശരീരം ഈ ഭൂമിയിൽ എന്താണ് പറഞ്ഞാട്ടെ, അലിഞ്ഞ് ചേരേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് വാഹനം ഇടിച്ച് മരിച്ചാലോ ഒന്നൊരു പ്രശ്നമല്ല. കാരണം മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവും പ്രാണനുമാണ് ഇവിടുന്ന് പോകുന്നത്. നമ്മുടെ കാര്യത്തിൽ മനസ്സിലാകണം. അപ്പോൾ നോർമൽ സാധാരണ രീതിയിൽ മരിച്ചാലും വാഹനം ഇടിച്ച് മരിച്ചാലും ആത്മാവിന് എന്ത് ചെയ്യുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ആ ആത്മാവാണ് എവിടേക്ക് പോകുന്നത്? ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ വാദിക്കുന്നവരാണ് ഈ പൗലോസ് എങ്ങനെ മരിച്ചേ? പറഞ്ഞാട്ടെ, പൗലോസ് എങ്ങനെ മരിച്ചേ? ശിരച്ഛേദം ചെയ്യായിരുന്നു, കഴുത്ത് വെട്ടി എന്ത് ചെയ്ത് കൊല്ലും. അങ്ങനെ പൗലോസ് പത്തനല്ലായിരുന്നോ? ചിലർ പറഞ്ഞു ഭക്തിയുടെ കുറവുകൊണ്ടാണ് വാഹനം അടിച്ച് മരിക്കുന്നത്, അല്ല ഇങ്ങനെയുള്ള അപകട മരണങ്ങളൊക്കെ സംഭവിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ഭക്തനായ മനുഷ്യനല്ലായിരുന്നോ പൗലോസ്? ആ പൗലോസിന്റെ കഴുത്ത് വേർപെട്ടിട്ടാണ് മരിച്ചത്. ഒരു അല്ലെ, നോർമൽ മരണമായിരുന്നോ? ചേട്ടൻ ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കാലും കൈയും കട്ടിലെ കയറ്റി വെച്ച് സന്തോഷത്തോടെ മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കണ്ടേ, പത്രോസ് ക്രൂശിന്മേൽ തല കീഴായിട്ടെന്നാണ് ക്രൂശിച്ചാലും ചെയ്തേക്കണേ. പത്രോസിന്റെ മരണം. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു വന്നു കേട്ടോ. മേല് മുഴുവൻ വലിയ കല്ല് വെച്ച് എറിഞ്ഞ് ചതഞ്ഞാണ് ആര് മരിച്ചേക്കുന്നത്? സ്തെഫാനോസ് മരിച്ചത്. അപ്പൊ എങ്ങനെ മരിക്കുന്നു എന്നല്ല, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരുന്നു എന്നായിരുന്നു നോക്കുന്നത്. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ നമ്മൾ ജീവിച്ചാൽ എന്താണ്, നമുക്ക് സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യാം? പോകാം. ഞാൻ പറഞ്ഞുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മരണം എങ്ങനെയാണെന്നല്ല എന്ത് ചെയ്യുന്നേ, നമ്മൾ നോക്കണേ. എങ്ങനെ മരിച്ചാലും അവസാന സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ അമേൻ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിൽ വിശ്വാസിനെ അവിശ്വാസിനെ ഒക്കെ എന്ത് ചെയ്യും? ഇത് ബാധിക്കും. അതുകൊണ്ട് ആരും ഭാരപ്പെടുന്നു വേണ്ട. അയ്യോ ഞാൻ വിശ്വാസിയായിട്ട് എനിക്ക് എന്താ പനി വരും. കാരണം നമ്മളിപ്പോഴും എന്താണ്, ജഡത്തിലാണ്, ഈ ശരീരത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? സഹിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ച്. പിന്നെ എല്ലാം സഹിക്കാതെ കൃപ നമുക്ക് എടുത്താറ്. മറ്റവർ അനുഭവിക്കുന്നവരെ നമ്മൾ അനുഭവിക്കുകയില്ല. എല്ലാത്തിനും പേര് എന്ത് ചെയ്യും? കൃപ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് എന്റെ പേര് ഭയങ്കര വേദനയായിരുന്നു, ബോഡി ഭയങ്കര വൈപ്പേനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ വയ്യായിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് ആരാധിച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഞാനത് ഓക്കെ ആയി, എന്റെ വേദനയും പേരൊക്കെ പോയി. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കുവാനുള്ള കൃപ നമ്മുടെ മേൽ കർത്താവ് പകരുന്നു. അതാണ് കർത്താവ് ചെയ്യുന്നത്. ഏത് കാര്യങ്ങളെയും ലോകത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ എന്തിനും കർത്താവ് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം ലോകത്തെ ജയിച്ച് ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട്. എത്ര കഷ്ടം വന്നാലും എത്ര പ്രതികൂലം വന്നാലും ഞാൻ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ് എന്നാണ് യേശുക്രിസ്തു ചെയ്തത് ഈ പറഞ്ഞു വെച്ചത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് വരാം. നമ്മൾ വായിച്ച അതിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഏത് ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞാണേ, പറഞ്ഞോ. യാക്കോബിന്റെ ലേഖനമാണ് നമ്മൾ എന്ത് ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാണ് നമ്മൾ ചിന്തിച്ചത്? നിങ്ങളിൽ ഒരുവന്, 5-ാം വാക്യമാണ്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് എന്ത് ചെയ്യണം? യാചിക്കട്ടെ, അപ്പോൾ അവൻ എന്ത് ചെയ്യും? ലഭിക്കും. അല്ലെ? നമ്മൾ അവസാനം ശലോമോന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചു. ഓർക്കുന്നുണ്ടല്ലോ? ശലോമോന് ദൈവം ജ്ഞാനം കൊടുത്ത കാര്യമൊക്കെ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു.
അതട്ടെ, 6-ാം വാക്യം വായിച്ചേട്ടെ, 6-ാം വാക്യം വായിച്ചേട്ടെ. ആ, യാക്കോബ് 1:6. അപ്പൊ ഒരു കണ്ടീഷൻ വെക്കുക. എന്ത് പറഞ്ഞു? നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ ലഭിക്കുന്നു പറഞ്ഞു. പക്ഷേ യാചിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ത് പറഞ്ഞു? എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയം കിട്ടുമോ? ചിലപ്പോ കിട്ടുമോ, ചിലപ്പോ കിട്ടില്ല, അല്ലെ? ദൈവം പ്രവർത്തിക്കുമോ എന്നുള്ള സംശയത്തോടു കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രയോജനം ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഏതാ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ആരെന്ന് പറഞ്ഞു? മാർത്തയോട് പറഞ്ഞു. അപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മഹത്വം കാണാൻ പറ്റില്ല. അപ്പൊ എവിടെയും ദൈവപ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ആഴത്തിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാരണം നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവല്ലേ. നമ്മുടെ ഏത് കുറവുകളെയും പരിഹരിക്കാൻ ആർക്കറിയാം? കർത്താവിനറിയാം. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മുടെ അകത്തളങ്ങളിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലതും പ്രാപിച്ചെടുക്കാൻ കഴിയാത്തത്. കാരണം കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയിൽ ഉയർന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തിക്കപ്പെടാൻ താമസിക്കുന്നതിന്റെ കാരണം, ഒരു കാരണം നമ്മുടെ വിശ്വാസക്കുറവാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നല്ലോ. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കേണ്ടതല്ലയോ? ആണോ? അപ്പം നമ്മൾ ഓരോ വിഷയവും നമ്മൾ വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി എത്രയും പെട്ടെന്ന് നടക്കും. നമ്മൾ അവിശ്വസിച്ചാൽ അത് എന്ത് ചെയ്യും? താമസിച്ച് എന്ത് ചെയ്യും? അത് പോകും. അതങ്ങനെയാണത്. കാരണം വിശ്വാസം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിശാച് എപ്പോഴും ചെയ്യുന്നത് ദൈവത്തെങ്കിലുള്ള വിശ്വാസത്തെ എടുത്തു കളയുക. അത് ശിഷ്യന്മാരല്ലേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറയാൻ കാരണം എന്താ? വിശ്വാസത്തെ പിശാച് എടുത്തു കളയും, അല്ലേ? ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് ആലോചന ചോദിച്ചു, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. യേശു ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം എന്താണ്? നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. കണ്ടോ? അപ്പൊ എന്തിനാണ് പിശാച് പാറ്റാൻ നോക്കുന്നത്? ദൈവത്തെങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയണം. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആത്മീകമായും ശാരീരികമായും മാനസികമായും ഭൗതികമായും ഏത് നിലയാകട്ടെ ഒന്നും കർത്താവിങ്കിൽ നിന്ന് എന്ത് ചെയ്യരുത്? നമ്മൾ പ്രാപിച്ചെടുക്കരുത് എന്ന് പിശാച് എന്ത് ചെയ്യാണ്? പദ്ധതി ഇട്ടുകൊണ്ട് നമ്മളിലുള്ള വിശ്വാസത്തെ കെടുത്തി കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സംശയത്തിന്റെ നേരിൽ വന്ന് വീഴുന്നത്, അല്ലെ? ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ അപ്പൻ അല്ലെ ഒരു കോടാനുകോടി സ്വത്തിന്റെ ഉടമയാണെങ്കിൽ രാവിലെ നമ്മൾ എന്തെങ്കിലും കഴിക്കണം, അല്ലെ എന്ത് കഴിക്കുന്നത് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെ? നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ബാഗ് മേടിക്കണം നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കൂ? അതിന് കാര്യം എന്താ? നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് എൻ്റെ അപ്പന് ഭയങ്കര സ്വത്തിന്റെ ഉടമയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. എനിക്ക് പ്രായമായി, അല്ലെങ്കിൽ പ്ലസ് ടുവിന് എത്തി, എനിക്ക് ലാപ്ടോപ്പ് വേണം, എനിക്ക് പഠിക്കുന്നത് ആവശ്യം, അതുകൊണ്ട് ലാപ്ടോപ്പ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കൂ? ഇല്ല. അപ്പൊ അതിന് അപ്പനോട് പറഞ്ഞ അപ്പൻ എന്ത് ചെയ്തും മേടിച്ചു തരും. കാരണം അപ്പൻ എന്താണ്? അതിനുള്ള ആസ്തി കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കാതെ. അപ്പൊ ഈ നമ്മുടെ ദൈവം അതിനപ്പുറത്തായിട്ട് നമ്മുടെ അപ്പന്മാരെക്കാൾ, ഈ ലോകത്തിലെ ഏത് കോടിപതികളെക്കാളും സമ്പന്നായ ദൈവമല്ലേ നമ്മുടെ ദൈവം? ആണോ? നിങ്ങൾ പറ. എന്നിട്ടും നമ്മുടെ അപ്പനിലുള്ള വിശ്വാസം പോലും സ്വർഗീയ അപ്പനോട് ഉണ്ടോ നമുക്ക്? ഞാൻ പറഞ്ഞ വല്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ എല്ലാം അപ്പ കിട്ടിയെന്നും വരുന്നില്ല, അല്ലേ? ഇപ്പം എൻ്റെ നദനേല് അവനോട് ഒരു അപ്പ എനിക്ക് വലിയൊരു വാള് മേടിച്ചായിരുന്നു, ഞാൻ കൊടുക്കുവോ? കൊടുക്കോ ഷാജി? വലിയ വാള് വേണമെന്നുണ്ട് ഇവൻ കിടന്ന് കരഞ്ഞ് തലകുത്തി വിടുന്ന് പറഞ്ഞ ഞാൻ മേടിച്ചു കൊടുക്കൂ? അത് മേടിച്ചു കൊടുക്കാൻ മിക്കവാറും അവൻ എന്നെയും വിട്ടു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും വിട്ടു. കാരണം അവൻ അറിയത്തില്ല ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല.
ഇനി അവനൊരു മിഠായിക്ക് വേണ്ടി കരഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ആ, നിങ്ങൾ ആരെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്തു, നിങ്ങൾ ആരെങ്കിലും മേടിച്ചു കൊടുക്കും. അതിന്റെ കാര്യം എന്താ? അവനെ മിഠായി കഴിച്ചുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ വാള് കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മേടിച്ചു കൊടുക്കില്ല. ഇതേപോലെയാണ് ചില കാര്യങ്ങൾ നമുക്ക് തരാത്തന്നെ പറയാം. നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ള പദ്ധതിയായിട്ടില്ല. നമ്മൾ ഇതുകൊണ്ട് പലരും മുറിപ്പെടുത്തും, നമ്മളെ അവസാനം വിശ്വാസമോർത്തും ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് എപ്പോഴും കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. അനേക വാക്തത്വങ്ങൾ ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ആലോചന നടന്നത്. ഞാൻ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, കർത്താവ് എന്നെ കൃപയിൽ നിർത്തുകയാണെങ്കിൽ എനിക്കിത് മാത്രം മതി. കൃപയിൽ നിൽക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ മാത്രം ഈ കൃപാവരങ്ങൾ തന്നാൽ മതി. എനിക്കത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തിയും പദ്ധതിയും ആവുന്നു, അപ്പൊ എനിക്ക് തന്നാൽ മതി. ഇതാ ഞാൻ കർത്താവ് പറയുന്നത്. ഇന്ന് പലരും കാറിപ്പോയി പലതൊക്കെ മേടിച്ചിട്ട് ഇന്ന് ആത്മീയബോധത്തിലുള്ള വിശ്വാസത്തിൽ പോലും ഇല്ല. ഏത് മക്കളും കുറെയൊക്കെ കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ആവട്ടെ എന്ന് അവസാനം ചെയ്യും. മനസ്സില്ല മനസ്സോടെ ചില കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കും. കാരണം അവന്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാണ്ട, അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. അവന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ടാണ് നമ്മളിതിന് ചില കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. ഞാൻ പറയാനൊരു കണ്ടോ? അപ്പൊ ഇതേപോലെ കുറെ നാൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞട്ടെ, ചിലതൊക്കെ മേടിച്ചു കൊടുക്കും, പക്ഷെ അത് ഉപകാരത്തിൽ വരില്ല. ബൈബിളിൽ നമുക്കറിയാം, ഹിസ്കിയാവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹിസ്കിയാവ് യെശയ്യാ 38 അധ്യായത്തിൽ, യെശയ്യാ പ്രവചനം 38 അധ്യായം 1 തൊട്ട് വെച്ച് 1 മുതൽ വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന്. അപ്പൊ മരിക്കത്തക്ക രോഗം ആർക്ക് പിടിച്ചു? ഹിസ്കിയാവിന് പിടിച്ചു. ആ സമയത്താണ് ആര് വരുന്നേ? ഏത് പ്രവാചകൻ വന്നു? യെശയ്യാ പ്രവാചകൻ വരിക. വന്നിട്ട് ഇവനോട് ദൂതുകൂടെ പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? ക്രമത്തിലാക്കിയോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മരിച്ചു പോകുന്നു. അതെന്താ ഗ്രഹകാര്യം അവിടെ എഴുതിയിട്ടില്ല. എന്തായാലും ക്രമീകരിക്കേണ്ട ഏതൊരു വിഷയമുണ്ടെന്ന് വളരെ വ്യക്തമാണത്. അപ്പൊ മരിച്ചു പോകുന്നു വരുന്നു. അപ്പൊ ഇന്ന് അവ എന്താ ചോദിച്ചാല് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് മുഖം എന്ത് ചെയ്തു? ചുമരിന്റെ നേരെയായിട്ട് തിരിച്ചിട്ട് യഹോവയോട് ഒറ്റ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? അയ്യോ യഹോവേ, കേട്ടോ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. അപ്പം വിശ്വസ്തയോടെ നടന്നവൻ അല്ലെ, പരമാർത്ഥ ഹൃദയത്തോടെ നടന്നവനാണ് ആ വ്യക്തി. അപ്പൊ ആ ഒരു കാര്യം ദൈവത്തോട് ബോധിപ്പിച്ചു. അപ്പൊ ബോധിപ്പിച്ചപ്പോ എന്ത് സംഭവിച്ചു? അല്ലോ എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് വിശ്വസ്തയോടെ ഞാൻ നിന്നെ സേവിച്ചു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ചുമന്ന നേരം മുഖം വിരിച്ചങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്നാൽ യെശയ്യാവിന് അല്ല, ഈ പ്രവചനം പറഞ്ഞിട്ട് നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആര് പോയി? യെശയ്യാ പോയി. പക്ഷേ പകുതി വഴി ചെന്നപ്പോഴേക്ക് എന്ത് ചെയ്തു? ദൈവ യെശയ്യാ പ്രവാചകന് വീണ്ടും എന്ത് ചെയ്തു? ദൂത് കൊടുത്തു, നീ ഇടയ്ക്ക് ചെല്ലണം, ഹിസ്കിയാവിന്റെ ഇടയ്ക്ക് തിരിച്ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ദൈവം എന്ത് വാഗ്ദത്തം കൊടുത്തു? 15 വർഷം കൂടെ അവർക്ക് ആയുസ് കൂട്ടി തരാൻ പോകുന്നു. അതിൽ ഒരു കാര്യം, ഞാനാണ് മിക്കവാറും തിരിച്ചു പോയിട്ട് അത് പറയില്ല.
കാരണം ഇപ്പൊ തന്നെ എന്ത് പറഞ്ഞിട്ട് പോകുന്നുള്ളൂ? നീ മരിച്ചു പോകുന്നു അല്ലേ? എന്നിട്ട് ഇറങ്ങി അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ദൈവം വീണ്ടും പറയാം, നീ തിരിച്ചു ഇറക്കി പോണം. നീ അപ്പൊ ആദ്യം പറഞ്ഞ ദൂത് തെറ്റുമെന്ന് കരുതി ഞാൻ ചെയ്യില്ല. ഇത് തന്നെയാണ് യോനയ്ക്ക് സംഭവിച്ചത്. യോന യഥാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് പുള്ളി എങ്ങോട്ട് പോയത്? തർശീസിലേക്ക് പോയത്. കാരണം പറയോ, പുള്ളിക്കറിയാം ഞാൻ ഈ ദൂത് പറയും, അവസാനം നീ എന്ത് ചെയ്യും? കരുണയും കൃപയും ഉള്ളവനാണ്, നീ എന്ത് ചെയ്യും? ഈ അനർത്ഥത്തെ കുറിച്ച് മാറ്റും. അപ്പൊ എന്റെ ദൂത് എന്ത് ചെയ്യും? തെറ്റും. ഞാൻ പിന്നെ എന്താ പറയാൻ പോകുന്നത്? നിനവെ പട്ടണത്തെ 40 ദിവസം കൊണ്ട് നശിപ്പിക്കാൻ അല്ലെ, 40 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? നശിപ്പിക്കാൻ പോകുക എന്നുള്ള ദൂതാണ് ചെന്ന് പറയാൻ പോകുന്നത്. ഒരു ദൂത് പറഞ്ഞു കഴിയുമ്പം ആ ജനം അങ്ങനെ അനുഗമിച്ച് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? കാരണം കാണിച്ച് ജനത്തെ കൊല്ലില്ല. അപ്പൊ എന്റെ ദൂത് എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ യെശയ്യാവിന് മനസ്സിലായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് തന്നെയാണെന്ന് മനസ്സിലായിട്ട് പുള്ളി നേരെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു 15 വർഷം ചെയ്യാൻ പോവാ, കൂട്ടാൻ പോകുക. അങ്ങനെ 15 വർഷം ആയുസിനോട് കൂട്ടിക്കൊടുത്തു. ആ 15 വർഷം കൊണ്ട് എന്നാ സംഭവിച്ചെന്ന് അറിയാമോ? ഇവൻ രാജകൊട്ടാരത്തിൽ പോയി കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ മറ്റൊരു രാജാവ് വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇവന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ കൊട്ടാരത്തിലുള്ള സകല അറകളൊക്കെ തുറന്നു കാണിച്ചു കൊടുത്തു. സ്വർണ്ണം ഇരിക്കണതും സകല വഴികളും രഹസ്യ അറയൊക്കെ പുള്ളി കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ അന്യ രാജ്യക്കാർ വന്നിട്ട് എന്താന്ന് പറയുമ്പോ ഈ കൊട്ടാരത്തിലുള്ള സകലത എടുത്തിട്ട് പോയി. ബാബേൽ രാജാവാണ്, നമുക്കത് വായിച്ചറിയാം. ദാനിയേൽ പ്രവചനം 1 മുതലൊക്കെ വായിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോ രാത്രിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് വെള്ളിപ്പാത്രവും സ്വർണ്ണപാത്രവും ആലയത്തിലുള്ള സകല പാത്രങ്ങളും എന്ത് ചെയ്തു? നിങ്ങൾ ദാനിയേൽ പ്രവചനം എടുത്തേ 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചേ. ആ അവന് മതി. അവൻ ശ്രദ്ധിക്കണം. അങ്ങനെ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞത് ഇവന് 15 വർഷം ആയുസ് കൂട്ടിക്കൊടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ പോലും അടിമകളായിട്ട് പോണ്ടി വന്നു. അവൻ ആ സമയത്ത് മരിച്ചെങ്കിൽ സ്വന്തം രാജ്യങ്ങളിൽ രക്ഷപ്പെട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവൻ കരഞ്ഞ് കാരക്കുള്ളിൽ മേടിച്ചതാ 15 വർഷം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവന്റെ കരഞ്ഞു പോകുന്നതല്ല, ഇവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം എന്താക്കി കൊടുത്തതാ? ആയുസ് കൂട്ടി കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും പറയുമ്പോ ദൈവത്തിന്റെ ഹിതം മുഴുവൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ചെയ്യില്ല. ദൈവമില്ലാത്ത കിട്ടിയാൽ യാതൊരു പ്രയോജനം ചെയ്യില്ല. നമ്മൾ എന്ത് പറയും? കർത്താവേ, അങ്ങയുടെ ഹിതമുള്ളത് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ ലോകത്തിലെ എല്ലാ കാര്യവും നമുക്ക് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിച്ച അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കണം, അങ്ങയുടെ ഹിതമുള്ളത്. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആഗ്രഹത്തെക്കാൾ അപ്പുറത്ത് കർത്താവിന് തരാൻ കഴിയും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? കാരണം നമ്മൾ നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആർക്കറിയാം? കർത്താവിന് അറിയാം. നമ്മൾ ഈ പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മൾ തട്ടിമുട്ടി പോകണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരുപാട് പെട്ടെന്ന് വന്നു കയറിയല്ലേ, പലർക്കും ഒന്നും ഭവിച്ചതാ. പല ദേവാസന്മാര് പോലും ഒരുപാട് സ്വത്ത് വന്നു കയറിയിട്ട് ഇന്ന് പലരും വിശ്വാസത്തിലില്ല. വിപരീത ഉപദേശമൊക്കെ പ്രസ്താവിച്ച് ആ സമ്പത്തോടെ മനസ്സിൽ വന്നു കയറി അതിനു വേണ്ടിയുള്ള ഓട്ടമാണെന്ന് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയബോധത്തിന് അനേകര് പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടോ? അത് ദൈവഹിതമുള്ള കാര്യങ്ങൾ മാത്രമേ, ദൈവമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ അയക്കണം, ദൈവമുള്ള കാര്യത്തിനെ പോകാവൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കാര്യം മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് സൗദി അറേബ്യയിൽ ഞാൻ പോയി. നമ്മുടെ ചർച്ചിന്റെ കാര്യത്തിന് വേണ്ടി